വയനാട് എരുമക്കൊല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടണം എന്ന ആവശ്യം ശക്തമാക്കുന്നുണ്ട് നാട്ടുകാർ. ഇന്ന് രാവിലെ 11 മണിക്ക് മേപ്പാടി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേരും. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് അസാധാരണ ശബ്ദം ഈ എരുമക്കൊല്ലി ഈ പുളക്കുന്ന് ഉന്നതിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഈ നാട്ടുകാർ കേട്ടത്. ഇത് തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ തൊട്ടു താഴെ അറുമുഖൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇവിടേക്ക് ആന തട്ടിയിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ഇതൊരു ആനച്ചാലാണ്. ഇവിടെ നിന്നും ആന മുകളിൽ വനമാണ്. തൊട്ടു താഴെ അതിൻ്റെ താഴെയായി തേയിലത്തോട്ടം. നേരെ തേയിലത്തോട്ടം വഴി ഇങ്ങനെ ഇവിടേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അണപൊട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഈ DFO അജിത് കെ രാമൻ ഇവിടേക്ക് എത്തി. അദ്ദേഹവുമായി നാട്ടുകാരുമായി സംസാരിച്ചു. അതിൽ നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന്. ഈ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. അതിന് ഉന്നതതല യോഗം ചേരണമെന്നുള്ള ഒരു കാര്യമാണ് അജിത് കെ രാമൻ നമ്മോട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നുണ്ട്. ആ യോഗം കളക്ടറേറ്റിലാണ് നടക്കുന്നത്. സർവകക്ഷി യോഗവും ചേരുന്നുണ്ട്. മേപ്പാടി പഞ്ചായത്തിൻ്റെ കീഴിലാണ് സർവകക്ഷി യോഗം ചേരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് ബത്തേരി ആശുപത്രിയിലാണ്. ഇന്നലെ മൃതദേഹം മാറ്റിയത് ബത്തേരി ആശുപത്രിയിലേക്കാണ്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. അദ്ദേഹത്തിൻ്റെ മക്കൾ തമിഴ്നാട്ടിലാണുള്ളത്. അവർ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരൊക്കെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്. ഈ മനുവിന് ഒരു വ്യക്തിപരമായ തരത്തിലുള്ള അനുഭവമുള്ള ആളാണല്ലോ. അച്ഛൻ മണി മരിച്ചത് അങ്ങനെയാണല്ലോ, കാട്ടാനാക്രമണത്തിലാണല്ലോ. ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു ഇതല്ല. 10 വർഷമായിട്ട് മേപ്പാടി പഞ്ചായത്ത് കണക്കെടുക്കാൻ തന്നെ 10 വർഷമായിട്ട് മേപ്പാടി പഞ്ചായത്തിൽ മാത്രം എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് മാത്രം എടുത്താൽ മതി. മനുഷ്യന്മാർക്ക് ഒരു പ്രയോറിറ്റി ഇല്ല ഇവിടെ. ബന്ധുവായിട്ടുള്ള ഒരാളാണ്, അതായത് അറുമുഖന്റെ ബന്ധു. എൻ്റെ വലിയച്ഛനാണ്. അപ്പോൾ അവരെ പെറ്റ മക്കൾ ഇവിടെ അല്ല, ആരുമില്ല. ഞാൻ അനിയൻ്റെ മോനാണ്. അപ്പോൾ നമ്മളാരെങ്കിലും ചെക്കന്മാർ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരണ്ടേ? 400 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുള്ള 400-600 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് വരണം. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് വരുന്ന വരവാണ്. ഇന്നലെ ഞാൻ പോയിട്ടുള്ളൂ, ജോലിക്ക് വേണ്ടി പോയതാണ്. പോയ 2ാമത്തെ ദിവസം ഇങ്ങനെയാണ് കോള് വരുന്നത്. കോള് വന്നപ്പോൾ ഞാൻ ഇവിടെ എത്തുന്ന മുന്നേ ബോഡി എടുത്തു പോയി. അങ്ങനെ ഇന്നവരെ അങ്ങനെ സംഭവം സംഭവിച്ചില്ല. 5 മണി കഴിഞ്ഞാൽ ബോഡി എടുക്കാൻ പാടില്ല, കാട്ടിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളെ ഉദ്ദേശന്മാർ പറഞ്ഞു തന്നാണ്. അത് ഇവർ ആരുമില്ലല്ലോ നമുക്ക് എന്തും ചെയ്യാമല്ലോ എന്നുള്ള കാട്ടിക്കൂട്ടൽ ഇവർ ചെയ്തു പോയി. ആന മാത്രമല്ല, മറ്റ് വന്യമൃഗങ്ങളും ഇവിടെ സജീവമായ രീതിയിൽ തന്നെ ഉണ്ട്. ആന, പുലി, കടുവ, ഇതെല്ലാം തന്നെ, കരടി അടക്കം. കരടിയുടെ മുന്നിൽ നിന്നൊക്കെ കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആ ഒരു അനുഭവം നേരത്തെ പറഞ്ഞതാണ്. വിഷ്ണു അടക്കമുള്ളവർ ആ അനുഭവം പറഞ്ഞതാണ്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിനെ പരിഹരിക്കാനുള്ള ശാശ്വതമായ നടപടികളാണ്. അതിലേക്കാകണം ഈ യോഗം ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്കാകണം എന്നുള്ളതാണ്. കാരണം ഈ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം മരിച്ചവരുടെ എണ്ണം അനവധിയാണ്. അതായത് ഇവിടെ തൊട്ടടുത്തുള്ള എലുമ്പിലേരി 2 പേരാണ്, അവറാനും ഒപ്പം തന്നെ ഒരു ഡോക്ടറും അടക്കം നേരത്തെ മരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ട് അട്ടമലയിൽ ഒരാൾ മരിച്ചിട്ട് അധികകാലമായിട്ടില്ല. അങ്ങനത്തെ എല്ലാം തന്നെ അനുഭവങ്ങളുടെ പശ്ചാത്തലമുള്ള ഒരു പ്രദേശമാണ് ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ. ഇവിടെ ശാശ്വതമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് വരുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.